ഹായ് ഫ്രണ്ട്സ്, മോളിവുഡ് ടൈംസ്. നെസ്ലിൻ നായകനായി എത്തി അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്ത പുതിയ പടം. ഇതിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് രാമു സുനിലാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആഷിഖ് ഉസ്മാൻ. പടത്തെ പറ്റി പറയുകയാണെങ്കിൽ സിനിമക്കുള്ളിൽ നടക്കുന്ന ഒരു സിനിമ, അതാണ് പടത്തിന്റെ കഥ. വിനീത് മാധവ് എന്ന കഥാപാത്രത്തെയാണ് നെസ്ലിൻ ഇതിൽ അവതരിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മലയാള സിനിമയെ മാറ്റിമറിക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരു യുവ സിനിമാ പ്രേമിയും ഒരു യുവ സംവിധായകനുമായിട്ടാണ് നെസ്ലിൻ ഈ പടത്തിൽ അഭിനയിക്കുന്നത്. നെസ്ലിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. നല്ല ആക്ടിംഗ് ആയിരുന്നു നെസ്ലിന്റെ. അതോടൊപ്പം സിനിമയിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളെ ഇവർ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്തതും നമുക്കറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ സിനിമക്കുള്ളിൽ ഉണ്ട് എന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ ഫസ്റ്റ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നെസ്ലിന്റെയും പിന്നെ ഷറഫുദ്ദീന്റെ നല്ലൊരു ക്യാരക്ടറാണ് ഇതിൽ. ആ ഷറഫുദ്ദീന്റെയും കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. ആ തുടക്കത്തിൽ തന്നെ ജഗദീഷിന്റെ റോൾ ഉണ്ട്, അത് നല്ല അടിപൊളിയാണ്. ഒരു ഹൊറർ മോഡൽ ടൈപ്പിലാണ് പടം തുടങ്ങുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു തിയേറ്ററിൽ കാണാൻ. പിന്നെ നെസ്ലിന്റെ സ്ഥിരം ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ പ്രേമലൂലും തണ്ണീർമത്ത ദിനത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു ശൈലി അത് ഈ പടത്തിലുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ത്രൂ ഔട്ട് ഡയലോഗിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഫസ്റ്റ് ഹാഫ് ആണ് നമ്മൾ കണ്ടത്. അടിപൊളിയാണ് ഫസ്റ്റ് ഹാഫ്. അങ്ങനെ ത്രൂ ഔട്ട് ഡയലോഗിലൂടെ പോകുന്ന ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. അത് നല്ല ഫസ്റ്റ് ഹാഫ്, ഒരു ലാഗോ കാര്യങ്ങളും ഇല്ലാത്ത ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു നമുക്ക് സമ്മാനിച്ചത്. അടിപൊളിയായിരുന്നു, ഇഷ്ടമായി. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ സംഗീത് പ്രതാപ് ശരിക്കും സിനിമയ്ക്കുള്ളിലെ ഒരു എതിരാളി എന്ന രീതിയിലാണ് സംഗീത് പ്രതാപിന്റെ ക്യാരക്ടർ. നെസ്ലിന്റെ എതിരാളിയായിട്ടാണ് സംഗീത് പ്രതാപ് വരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള കുറെ കോമ്പിനേഷൻ സീനുകളൊക്കെ അടിപൊളിയായിരുന്നു. ചിലതൊക്കെ റിപ്പീറ്റ് അടിച്ചു വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പടത്തിന്റെ ലെങ്ത് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നി. ഒരു 2.25 മണിക്കൂറിന്റെ മുകളിൽ ഒരു 3 മണിക്കൂറിന്റെ അടുത്ത് പടമുണ്ട്. അതും സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് ചെറിയൊരു ലാഗ്, ചെറിയൊരു ബോറിംഗ് നമുക്ക് അനുഭവപ്പെടാം. പിന്നെ പടത്തിലെ ഒരുപാട് ഡാർക്ക് കോമഡിയും പിന്നെ കാബു ഡയലോഗുകളൊക്കെ ഉണ്ട്. അതൊക്കെ തിയേറ്ററിൽ കേൾക്കാമെന്ന ഒരു തരത്തിലായിരിക്കണം പോകേണ്ടത്. കാരണം പച്ചയ്ക്ക് സംസാരിക്കുന്ന കുറച്ച് തെറിവാക്കുകളുണ്ട്. അവിടുന്ന് അങ്ങോട്ട് കുറെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെയാണ് നെസ്ലിന്റെ കഥാപാത്രത്തിന് നേരിടേണ്ടി വരുന്നത്. അതൊക്കെയാണ് പടം പറഞ്ഞു പോകുന്നത്. അതിന്റെ കൂടെ തന്നെ വിനീത് ശ്രീനിവാസന്റെ റോള്, പിന്നെ അതേപോലെ ബേസിലിന്റെ റോള്, ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ പടത്തില് നമ്മുടെ വേറെ ഒരു പടത്തിലും ഞാൻ കാണാത്ത തരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സ് തന്നെ, സ്വന്തം പടത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെ പടത്തിനെ പൊട്ടിക്കുന്നു. അതിന് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, ഇതൊക്കെ നല്ല തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ പടത്തിൽ. അത് ഞാൻ വേറെ ഒരു പടത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ കോമഡി ആയിട്ട് തോന്നിയത് ഇതിലെ മരണങ്ങളാണ്. ഡാർക്ക് കോമഡിയെ ജോണറാണ് പിടിച്ചതെങ്കിലും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നമുക്ക് ഫീൽ ആവുന്നത്. കാരണം മരണങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് തിയേറ്റർ ചിരിയാണ് തോന്നുന്നത്. ആ തരത്തിലാണ് പടത്തിന്റെ ഈ ഒരു സിറ്റുവേഷൻ. അപ്പോ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ക്ലൈമാക്സിലേക്ക് തോന്നുന്നു. ക്ലൈമാക്സ് ഒക്കെ ഒരു രീതി കൊണ്ടുപോയി നിർത്തുകയാണ്. പിന്നെ കുറെ ഐക്കോണിക് ഡയലോഗുകളുണ്ട്. പൈലോക്കുലോ സെറ്റപ്പ് എല്ലാം പിടിച്ചിട്ടുണ്ട്. കാരണം എന്റെ തീരുമാനങ്ങൾ എന്റേതാണ്, എന്റെ തലവര ഞാനാണ് തീരുമാനിക്കുന്നത്, ജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവൻ എന്നൊക്കെ തോന്നുന്ന അങ്ങനെ കുറെ ഡയലോഗുകളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നല്ല നൈസായിട്ട് കൂളായിട്ട് പോയ പടം സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ കുറച്ച് താഴോട്ട് പോയത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കൂടുതലായും റിലേറ്റഡ് ആവുന്ന അല്ലെ കൂടുതലായി ഇഷ്ടപ്പെടുന്നത് സിനിമാ പ്രേമികൾക്കും അതേപോലെ യുവ സംവിധായകരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും കൂടുതലായിട്ട് ഇത് റിലേറ്റഡ് ആവും. ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഈ പടം വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ പൊങ്ങിപ്പോയിട്ട് ഇങ്ങനെ അവസാനിച്ച ഒരു പടം, അങ്ങനെയാണ് എനിക്ക് മോളിവുഡ് ടൈംസ് കണ്ടിട്ട് തോന്നിയത്. അപ്പോ നിങ്ങൾ പടം പോയി കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. ഓക്കെ, ബൈ.